നമസ്കാരം. ജൂലിയ ഡുക്കോണോ അങ്ങനെയാന്ന് തോന്നുന്നു ആ പേര്. പറയുന്നത് ഫ്രഞ്ച് സംവിധായകയാണ്. അവരുടെ പുതിയ സിനിമയായ ടൈറ്റാൻ എന്ന മൂവിയെ കുറിച്ചാണെന്ന് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയ്ക്കാണ് കഴിഞ്ഞ വർഷം കാൻ ഫെസ്റ്റിവലിൽ പാംഡോർ അവാർഡ് കിട്ടിയത്. ഈ പാംഡോർ അവാർഡ് കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഐ തിങ്ക് ദിസ് ഇസ് വർത്ത് ടോക്കിംഗ് അബൌട്ട്. വൈ ദിസ് ഫിലിം ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രമാത്രം പ്രാധാന്യം കിട്ടുന്നത് അല്ലെ കിട്ടേണ്ടത് എന്നതിനെ കുറിച്ച്. അപ്പം ആദ്യം ഈ ജൂലി ഡുക്കോൺ ഇതിനു മുമ്പ് 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പം ആദ്യത്തേത് ഈ റോ എന്ന് പേരുള്ള ഒരു ഫീച്ചർ ഫിലിം ആയിരുന്നു. അത് 2016 വന്നത്. അപ്പൊ ഈ റോ എന്ന ഫിലിം ഒരു സ്ത്രീയാണ് അതിലെ പ്രധാന കഥാപാത്രം. അവരൊരു വെറ്റിനറി കോളേജ് സ്റ്റുഡന്റ് ആണ്. അപ്പം അവര് ഷീ ഡെവലപ്സ് എ ടേസ്റ്റ് ഫോർ ഹ്യൂമൻ ഫ്ലഷ്. അങ്ങനെ ഒരു കാനിബലിസ്റ്റിക് ആയി മാറുവാണ്. I mean, there is raw violence. It's a kind of not very easy to watch. Okay? അപ്പം അതായിരുന്നു ആ ഒരു സിനിമയുടെ ഐഡിയ. ഐ മീൻ ആനിമലിസ്റ്റിക് ഏർജസ് ഓഫ് ഹ്യൂമൻ ഓർ എന്താ പറയുന്നത്, മനുഷ്യരുടെ മൃഗീയമായ വാസനകളെ കുറിച്ച് ഉള്ളൊരു സിനിമയായിരുന്നു റോ എന്ന് പറയാം. നമുക്കറിയാം ഹ്യൂമൻസിന്റെ ഒരു ട്രാൻസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഇവോൾവ് ഫ്രം ആനിമൽസ്, അല്ലെങ്കിൽ വി ആർ സ്റ്റിൽ ബയോളജിക്കലി വി ആർ ആനിമൽസ് എന്ന് വെച്ചാൽ പോലും ഞാൻ പറയുന്നത് we were not very distinctly different from animals at some point in time, earlier time, maybe 300,000 years. I mean 3 ലക്ഷം വർഷങ്ങൾക്ക് ഏതാണ്ട് ആ സമയത്താണ് ഇത് ട്രീ എവല്യൂഷണറി ട്രീ ബ്രാഞ്ച് ചെയ്തു പോരുന്നതൊക്കെ. അത് കാലങ്ങൾ പോകുന്തോറും, സംസ്കാരം പുരോഗമിക്കും തോറും we kind of isolate ourselves from other animals. I mean, we kind of become more and more distinct എന്ന് വേണേൽ പറയാം. I mean, biologically അല്ലേ, culturally we become more and more distinct from animals. അപ്പൊ അങ്ങനെ ഒരു ട്രജക്ടറി ഉണ്ട്. അപ്പോൾ ഇതില് ഈ റോ എന്ന സിനിമ നോക്കുന്ന പാസ്റ്റിലേക്കാണ്, ആ ഒരു അതായത് ഹ്യൂമൻ ആനിമൽ കൺവേർജൻസിലേക്കാണ് ഈ റോ എന്ന സിനിമ നോക്കുന്നത്. ദാറ്റ്സ് വൺ ഐഡിയ. ഇനി ഈ പുതിയ സിനിമ ടൈറ്റാൻ, അതിനെ പറ്റിയാണ് ഇന്ന് മോസ്റ്റ്ലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് വേറൊരു ഡൈക്കോട്ടമി അല്ലെ വേറൊരു ഡൈവേർജൻസ് പോയിന്റിലേക്ക്, നല്ലൊരു കൺവേർജൻസ് പോയിന്റിലേക്ക് എന്ന് പറയാം. മീൻ ഡൈവേർജൻസിന് മുമ്പുള്ള ഒരു കൺവേർജൻസ്. അത് ഈ ഹ്യൂമനോയിഡ് മെഷീൻ ആ ഐഡിയ ഉണ്ടല്ലോ, അതായത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പലരും പറയുന്ന ഒരു ഡൈവേർജൻസ് ആണിത്. എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പോഴും ഇതുവരെ അറിയത്തില്ല. മേ ബി 300 years 400 years ഇൻ ദ ഫ്യൂച്ചർ. അപ്പം നമുക്ക് ഇത് ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഹ്യൂമനോയിഡുകളും ഹ്യൂമൻസും മെഷീൻസും ഈ ലോകത്തുണ്ടാകും. അപ്പോഴ ആ ഒരു ഐഡിയ വെച്ചിട്ട്, ആ ഒരു ബ്രോഡ് പിക്ചർ വെച്ചിട്ട് ഈ സിനിമ കാണണം, കണ്ടാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. ഇത് ഒരു തോന്നലാണ് എനിക്ക്. ഈ സിനിമയുടെ ഇനി ഈ സിനിമയുടെ അവസാന പ്ലോട്ട് എലമെന്റ്സ് എല്ലാം ഞാൻ പറയുന്നുണ്ട് കുറച്ചൊക്കെ. കാരണം ഇതൊരു സസ്പെൻസ് ബേസ്ഡ് അല്ലെ, പ്ലോട്ട് ബേസ്ഡ് ഫിലിം അല്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ കാര്യങ്ങൾ, ക്ലൈമാക്സ് പറയുന്നത് സ്പോയിലർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ദ മൂവി ഈസ് മോർ എക്സ്പ്ലോറേറ്ററി ദാൻ എക്സ്പ്ലനേറ്ററി എന്ന് പറയാം. അതായത് സിനിമ അതിന്റെ പ്ലോട്ട് വിശദീകരിക്കുന്ന സിനിമയല്ല ഇത്, മറിച്ച് പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന, ഐ മീൻ പ്ലോട്ട് അല്ല, ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പം എക്സ്പ്ലോറേറ്ററി നേച്ചർ ഉള്ള സിനിമ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് ദ എൻഡ് ഓർ ദ എൻഡിങ് ഈസ് മോസ്റ്റ് എൻഡിങ് ഈസ് നോട്ട് പ്രാക്ടിക്കലി നോട്ട് മോർ സിഗ്നിഫിക്കന്റ് ദാൻ ദ ബിഗിനിങ് എന്നും പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ, ഈ സിനിമ കണ്ടില്ലേ പോലും ഈ വീഡിയോ കാണുന്നതിൽ കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്പോയിൽ എനിത്തിങ്. That's what I think. Okay, if you have a different opinion, of course you can wait until you watch the film. ഇത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു പെർഫോംഡ് സ്റ്റേജ് ഡാൻസിലാണ്. ഒരു പ്രധാന കഥാപാത്രം ഒരു സ്ത്രീയാണ്. അപ്പൊ ഷീ ഈസ് എ പെർഫോമർ. അപ്പൊ അതിനു മുമ്പ് അവരുടെ
പാസ്റ്റിലെ ഒരു ഇൻസിഡന്റ് കാണിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും ഒരു ആക്സിഡന്റ് നടക്കുകയും ആക്സിഡന്റിന്റെ ഫലമായിട്ട് അവരുടെ ഹെഡ് ഇഞ്ചുറി വരും. ആ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് അവരുടെ തലയിൽ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യും ഇത് ആക്സിഡന്റിന്റെ റിക്കവറിക്ക് വേണ്ടി. അപ്പം ഈ ടൈറ്റാനിയം പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് കാരണം ഷി ഹാസ് എ ഫീലിംഗ് ദാറ്റ്, അതായത് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്, അത് അവര് സമൂഹത്തിൽ ഹ്യൂമൻസിന്റെ ഇടയിൽ ഫിറ്റ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഷീസ് ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഷീസ് നോട്ട് ഫിറ്റ് among other human beings. So she feels this isolation. Okay. And ഈ പെൺകുട്ടി വളർന്നു വലുതായി ഒരു യുവതിയായി, and she is now a performer, kind of a dancer, and she is dancing on top of a car, a Cadillac. അപ്പം ആ ഒരു സീനിലാണ് സിനിമയുടെ മേജർ നറേറ്റീവ് പിന്നെ അങ്ങോട്ട് തുടരുന്നത്. ആ ഒരു ഇനിഷ്യൽ 5 minute സീൻ കഴിഞ്ഞാൽ സിനിമയുടെ മേജർ ബോഡി ഓഫ് നറേറ്റീവ് തുടങ്ങുന്ന അവിടെ നിന്നാണ്, ഈ ഡാൻസ് പെർഫോമൻസിൽ കൂടാണ്. അപ്പം then the movie reveals her character. അവരെ ഒരാളെ സ്റ്റോക്ക് ചെയ്യും. ആ സ്റ്റോക്ക് ചെയ്യുന്ന ആളെ അവര് that guy is obviously interested in having sex with this girl, and അവര് ഹെയർ പിൻ കൊണ്ട് അയാളെ മർഡർ ചെയ്യും, കുത്തിക്കൊല്ലുവാണ് ചെയ്യുന്നത്. and she shows no empathy or remorse. അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും അവർ കാണിക്കുന്നില്ല. ആൻഡ് ആസ് ടൈം ഗോസ് ഓൺ, അതായത് സിനിമ മുന്നോട്ട് പുരോഗമിക്കും തോറും നമുക്ക് മനസ്സിലാകും ഷീ ഈസ് മോർ ലൈക്ക് എ മെഷീൻ ആൻഡ് നോട്ട് ലൈക്ക് എ ഹ്യൂമൻ. ഷീ ഈസ് ഡിവോയിഡ് ഓഫ് ദിസ് എംപതി ആൻഡ് ലവ് ആൻഡ് ദോസ് ടൈപ്പ് ഓഫ് ഫീലിങ്സ്. ഇപ്പം സ്നേഹം, കരുണ, കമ്പാഷൻ, അങ്ങനത്തെ ഇമോഷൻസ് ഇല്ലാത്ത, വികാരങ്ങളില്ലാത്ത ഒരു മെഷീൻ പോലെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. സോ അവര് ഏതാണ്ട് ഒരു സീരിയൽ കില്ലറാണ്. ഷീ ഗോസ് ഓൺ ടു മർഡറിങ് മെനി അതർ പീപ്പിൾ. അതിന് അവർക്ക് ആൾക്കാരെ കൊല്ലണം എന്നുള്ള ആവശ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ല. ഐ മീൻ ഇഫ് ഷീസ് എ സീരിയൽ കില്ലേഴ്സ് ആണെങ്കിൽ ദേ കൈൻഡ് ഓഫ് ഹാവ് ദിസ് ഏർജ് ടു കിൽ അതേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ള വായിച്ചുള്ളതൊക്കെ. അപ്പം ഇതില് ഷീ ഡസന്റ് ഹാവ് ദിസ് ഏർജ് ഓർ എനിത്തിങ്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. Like surroundings demanded, circumstances demanded, സാഹചര്യങ്ങള് ആവശ്യപ്പെടുന്നതുകൊണ്ട് അവർ വേറെ ആളുകളെ കൊല്ലുന്നു. ആൻഡ് ഷീ ഹാസ് നോ ഫീലിംഗ് അബൌട്ട് ഇറ്റ്. അപ്പൊ എന്നിട്ട് ഇവര് ഷീ മൂവ്സ് ഓൺ. അപ്പം ഇവക്ക് കൊലപാതകം ചെയ്ത് കഴിഞ്ഞു, കുറെ ആൾക്കാർ കൊന്നു കഴിഞ്ഞപ്പോ ഇവക്ക് സ്വന്തം ഹൈഡ് ചെയ്യണം, നിയമത്തിൽ നിന്ന് പിടിക്കപ്പെടാതെ സംരക്ഷിക്കണം എന്നുണ്ട്. അതുകൊണ്ട് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവളൊരു മിസ്സിംഗ് ആയെന്ന് കരുതുന്ന ഒരു ആൺകുട്ടിയുടെ വേഷം ധരിക്കുന്നു. ആ ആൺകുട്ടിയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആൺകുട്ടിയുടെ അച്ഛനെ ഇവളെ മകനായിട്ട് സ്വീകരിക്കുന്ന ഇതുണ്ട്. അപ്പം പോലീസുകാർ നഷ്ടപ്പെട്ടു പോയിരുന്ന മകനായിരുന്നു. അപ്പം പോലീസുകാർ ഇവളെ പോലീസുകാർ വിചാരിക്കും ഇവളാണ് അവൻ എന്ന് കരുതും. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയും. അച്ഛൻ എന്ന് പറയുന്ന വിൽസൺ ലിണ്ടൻ എന്ന പേരുള്ള ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു നടനാണ്. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഹിം വെരി മച്ച്. ഹിസ് സ്റ്റേജ് പ്രസൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ വിൻസെന്റ് ലിണ്ടൻ ആണ് ഒരു മെയിൻ കഥാപാത്രം. വിൻസെന്റ് എന്നാണ് കഥാപാത്രത്തിന്റെ പേരും. അഭിനയിക്കുന്നത് വിൻസെന്റ് ലിണ്ടൻ, കഥാപാത്രത്തിന്റെ പേര് വിൻസെന്റ് എന്നാണ്. അപ്പം ഹീസ് എ ഫയർ ഫൈറ്റർ, ഡിവോഴ്സ്ഡ് ആണ്. അയാളുടെ മകനെ 10 വർഷം മുമ്പ് കാണാതായിരുന്നു. അപ്പൊ അയാൾ ഈ പ്രിറ്റൻഡ് ചെയ്യുന്ന സ്ത്രീനെ മകനാണെന്ന് കരുതി അയാള് അക്സെപ്റ്റ് ചെയ്യുവാണ്. പക്ഷെ as time goes on, it kind of it kind of becomes evident to him that this is not the person. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ അയാളുടെ ഡിപ്രഷൻ സമ്മതിക്കുന്നില്ല. ഹിസ് സിവിയർലി ഡിപ്രസ്ഡ് ഇൻഡിവിജ്വൽ ആണ്. അയാളുടെ മകന്റെ നഷ്ടവും ഡിവോഴ്സും ഒക്കെ ആയിട്ട് അയാൾ സിവിയർലി ഡിപ്രസ്ഡ് ആണ്. അപ്പൊ ആ ഡിപ്രഷനും അയാളുടെ വേദനയും കാരണം ഈ സ്ത്രീയെ പ്രിറ്റൻഡ് ചെയ്യുന്ന ഈ സ്ത്രീ തന്റെ മകനല്ല എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ വില്ലിങ് അല്ല. അപ്പം she is trying to cling on to that hope that this person is actually his son, long lost son. പക്ഷെ ഇതില് സിനിമ 2 ടിക്കിംഗ് ക്ലോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടിക്കിംഗ് ക്ലോക്ക് എന്ന് പറയുന്ന ഫ്രേസ് ഹിച്ച്കോക്കിന്റെ ഫേമസ് ഡയലോഗ് എന്ന് വരുന്നതാണ്. അത് ചിലപ്പോൾ അത് ലിറ്ററൽ ആയിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഈ അടുത്ത് വന്ന കഴിഞ്ഞ വർഷം വന്ന ടോം ക്രൂസ് മൂവിയിലൊക്കെ അത് ലിറ്ററൽ ആയിട്ട് ഈ ടിക്കിംഗ് ക്ലോക്ക് ഐഡിയ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി സസ്പെൻസ് മൂവികളിലൊക്കെ ഈ അടുത്ത് വന്ന ജെയിംസ് ബോണ്ട് മൂവിയിലും വളരെ ലിറ്ററൽ ആയിട്ട് ടിക്കിംഗ് ക്ലോക്ക്
ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബോംബ് വല്ലതും പ്ലാൻ ചെയ്ത് വെക്കും, 15 മിനിറ്റ് ടൈമുണ്ട്, 15 മിനിറ്റിനുള്ളിൽ കുറെ കാര്യങ്ങൾ തീർക്കണം. ഐ മീൻ ദ ഹീറോ ഹാസ് ടു മീറ്റ് സെറ്റ് ഡിമാൻഡ്സ്, അല്ലെങ്കിൽ ഈ ബോംബ് വിൽ ബ്ലാസ്റ്റ്. അങ്ങനത്തെ ആ ഒരു ടൈം എമർജൻസി കൊണ്ടുവരുന്നത്. പിന്നെ അത് കൺസെപ്ഷ്യലായിട്ടും ഇതേ ഐഡിയ കൊണ്ടുവരാം. ഇതില് ടൈറ്റാനിലെ ഒരു ടിക്കിംഗ് ക്ലോക്ക് ഈ അപ്പൻ മകൻ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. അത് എപ്പോഴാണ് ഇയാള് തിരിച്ചറിയുന്നത്, അതായത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വ്യക്തി ഇയാളുടെ മകനല്ല എന്ന് ഇയാൾ എപ്പോ തിരിച്ചറിയും എന്നുള്ള ഒരു ഇതുണ്ട്. ഐ മീൻ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ, ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് സം പോയിന്റ്. പക്ഷെ എപ്പോഴായിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതൊരു ടിക്കിംഗ് ക്ലോക്ക്. ഇത് രണ്ടാമത്തെ ടിക്കിംഗ് ക്ലോക്ക് ആദ്യത്തെ ടിക്കിംഗ് ക്ലോക്കിനെ പ്രോംപ്റ്റ് ചെയ്യുന്നതാണ്. അത് ഇവർ പ്രഗ്നന്റ് ആണ്. ദാറ്റ്സ് അനദർ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അപ്പം ഇതിലേക്ക് ഈ പ്രഗ്നൻസിയിലേക്ക് വരാം. അപ്പൊ ആദ്യത്തെ ഡാൻസ് സീക്വൻസിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഡാൻസ് സീക്വൻസ് കഴിഞ്ഞിട്ട് ഒരാളെ കൊല്ലും, അതൊക്കെ കഴിഞ്ഞിട്ട് ഷീ ഗോസ് ഇൻ ടു എ കാഡിലാക് ആൻഡ് ഹാസ് സെക്സ് വിത്ത് ദ കാർ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മെറ്റഫറിക്കൽ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ, ഐ മീൻ ഐഡിയ എന്നൊക്കെ പറയാം. പക്ഷെ ഇറ്റ്സ് റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമയില് കാണിക്കുന്നത്. അപ്പം ഷീ ഈസ് കൈൻഡ് ഓഫ് എ ഹ്യൂമനോയിഡ്. അതായത് ഈസ് മിക്സ് ബിറ്റ്വീൻ എ മെഷീൻ ആൻഡ് എ ഹ്യൂമൻ. ഒരു മെഷീന്റെ ഹ്യൂമന്റെ ഇടയ്ക്കുള്ള ഒരു ഇതുപോലാണ് ഈ ക്യാരക്ടർ. ആൻഡ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് കാർസ്, നോട്ട് ലൈക്ക് വി ലൈക്ക് അവർ കാർസ്. അതായത് നമ്മൾ ഒരു പങ്കാളിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇവള് കാറിനെയാണ് സ്നേഹിക്കുന്നത്. ആൻഡ് ഷീ ഹാസ് സെക്സ് വിത്ത് ലിറ്ററലി ഹാസ് സെക്സ് വിത്ത് കാർ ആൻഡ് ഷീ ഗെറ്റ്സ് ഇംപ്രഗ്നേറ്റഡ്. അങ്ങനെ പ്രഗ്നന്റ് ആവുന്നു. അപ്പം അവളുടെ പ്രഗ്നന്റ് ആണ്. ആൻഡ് അവര് ഒരു ആൺകുട്ടിയാണെന്നുള്ള തെറ്റിദ്ധരിപ്പിച്ച് പ്രിട്ടൻഡ് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. സോ ദാറ്റ്സ് എ ടിക്കിംഗ് ക്ലോക്ക്. സോ ഇറ്റ് ഹാസ് സം പോയിന്റ് ഷീ ഹാസ് ടു ഗിവ് ബർത്ത് അല്ലെ. പ്രഗ്നൻസി ഡിവൈസുകൾ സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ദാറ്റ്സ് എ ടിക്കിംഗ് ക്ലോക്ക്. ഇപ്പൊ ഈ അടുത്ത് മലയാള സിനിമ ഉണ്ടായത് ജാനമ്മൻ എന്ന പേരില്, അതിൻ്റെ അകത്തും ഒരു പ്രഗ്നന്റ് കഥാപാത്രത്തെ സിനിമയിൽ ആദ്യത്തിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഓക്കെ ദിസ് ഇസ് എ ടിക്കിംഗ് ക്ലോക്ക് എന്ന് എനിക്ക് തോന്നി. ബട്ട് ഐ മീൻ ഇറ്റ് ഹാസ് ടു that lady has to give birth at some point, and that is going to happen in a crisis moment. അത് ആ ഒരു ഈ കുറെ സിനിമകൾ കാണുന്നതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇങ്ങനത്തെ ഡിവൈസുകൾ. ഐ മീൻ ഞാനിതൊരു ഡിവൈസാണ്, നറേറ്റീവ് ഡിവൈസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രഗ്നന്റ് സ്ത്രീയെ അവതരിപ്പിക്കുക തന്നെ ഇറ്റ്സ് എ നറേറ്റീവ് ഡിവൈസ്, ആൻഡ് ദാറ്റ് ഡിവൈസ് ഈസ് ദെയർ ഫോർ എ റീസൺ. അതായത് ഒരു നറേറ്റീവ് റീസണിന് വേണ്ടിയിട്ടാണ് ഈ പ്രഗ്നന്റ് സ്ത്രീയെ ഈ നറേറ്റീവിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രഗ്നന്റ് സ്ത്രീയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ സ്ത്രീ പ്രഗ്നന്റ് ആവേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകള് ഡിവൈസുകളെ ഡെവലപ്പ് ചെയ്യുന്നത്, നറേറ്റീവ് ഡിവൈസുകളെ ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ സിനിമയിലെ ഈ ഒരു ടിക്കിംഗ് ക്ലോക്ക് എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രഗ്നൻസിയാണ്, മെയിൻ ക്യാരക്ടറിന്റെ പ്രഗ്നൻസിയാണ്. ഇറ്റ് ഹാസ് ടു ഗോ ഓഫ് അറ്റ് സം ടൈം. അപ്പൊ അത് എപ്പോ സംഭവിക്കുന്നു അത് ഒബിയസ്ലി സിനിമയുടെ അവസാനത്തേക്കാണ് സംഭവിക്കുന്നത്. ഈ അപ്പൻ ആയിട്ട് അഭിനയിക്കുന്ന വിൻസെന്റ് ലിൻഡന്റെ കഥാപാത്രം അറ്റ് സം പോയിന്റ് ഹി റെക്കഗ്നൈസസ്, അതായത് ഈ വ്യക്തി തന്റെ മകനല്ല, ഇത് വേറൊരാള് എങ്കിൽ പോലും അയാൾക്ക് അയാളുടെ ഫാദർഹുഡ് കളയാൻ താല്പര്യമില്ല. ഹി വാണ്ട് ടു ഗെയിൻ ബാക്ക് ഹിസ് ഫാദർഹുഡ്. അപ്പൊ അതിൽ തന്നെ വേറൊരു ഡീറ്റെയിൽ ഉണ്ട്. ഈ വിൻസെന്റ് ലിൻഡന്റെ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യുന്ന കാണാം. പുള്ളി പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മിഡിൽ ഏജ് കഴിയാറായ ഒരാളാണ്. ഇപ്പം പുള്ളിയുടെ ഇറ്റ്സ് എ ഫയർ ഫൈറ്റർ ടു, ഇറ്റ്സ് എ ഡിമാൻഡിങ്, ഫിസിക്കലി ഡിമാൻഡിങ് ജോബ്. അപ്പൊ അതിനനുസരിച്ച് പുള്ളിയുടെ ഫിസിക് നിലനിർത്താനും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രൈം ബോഡി ഫീച്ചേഴ്സ് നിലനിർത്താനും ഒക്കെ ആയിട്ട് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്ന ആളാണ് ഈ വിൻസെന്റ് എന്ന അപ്പൻ കഥാപാത്രം. സോ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയാൾക്ക് അയാളുടെ ആണത്തം സൂക്ഷിക്കണം. ആ ആണത്തത്തിന്റെ പാർട്ടാണ് ഈ പേരന്റ്ഹുഡ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പറ്റേണൽ ഇമേജ്, അല്ലെങ്കിൽ ഇമേജ് എന്നല്ല പറയുന്നത് പറ്റേണൽ ഫീലിംഗ് എന്ന് വേണേൽ പറയാം. അപ്പൊ അയാൾക്ക് ആ പാറ്റേണൽ ഫീലിംഗ്, പിതാവായിരിക്കുന്ന അവസ്ഥ അയാൾക്ക് സൂക്ഷിക്കണം. അപ്പൊ ഈ രണ്ട് ഡിമാൻഡുകളാണ് അയാളുടെ രണ്ട് ബേസ് ഏർജസ് ആണ് അയാൾക്കുള്ളത്. പിതാവായിരിക്കുക, ആണായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഏബിൾ പുരുഷനായിരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആണ് അയാൾ നടത്തുന്നത്. സോ അയാള് ഈ സ്ത്രീയെ അലക്സിയ അങ്ങനെ എന്തോ ആണ് പേര് പറയുന്നത്, അവര് ആൻഡ്രൂ അങ്ങനെ എന്തോ ഒരു ആൺകുട്ടിയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുവാണ്.
ഇപ്പൊ ഈ വ്യക്തിനെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ്സ്പ്രിങ് ആയിട്ട് അയാള് അക്സെപ്റ്റ് ചെയ്യാൻ അയാൾ വില്ലിങ് ആവുന്നു. ആൻഡ് അപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബോഡി ഹൊറർ മൂവി എന്ന് വെച്ചാൽ ബോഡി ഹൊറർ ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. മറ്റത് പഴയ ഡേവിഡ് ക്രോണൻബർഗിന്റെ ഒക്കെ സിനിമകൾ ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരിക ഡേവിഡ് ക്രോണൻബർഗിന്റെ ബോഡി ഹൊറർ മൂവീസ് ആണ്. ഫ്ലൈ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രാഷ് എന്ന മൂവി 1996 പ്രത്യേകിച്ച് ഈ കാറ്, സെക്ഷുവാലിറ്റി, വയലൻസ്, ഈ രണ്ട് മേജർ തീമുകളും കൂടെ കൺവേർജ് ചെയ്യുന്ന വേറൊരു മൂവിയായിരുന്നു ക്രാഷ് എന്ന മൂവി. അതും കാൻ ഫെസ്റ്റിവലിൽ കാണിച്ച് വളരെ ഒച്ചപ്പാടും ഒക്കെ വന്നൊരു ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. കൈൻഡ് ഓഫ് ലവ് ദാറ്റ് മൂവി. ബട്ട് ഇറ്റ്സ് അതിനകത്ത് കാർ ഫെറ്റിഷ്നെസ് ആണ്, ഐ മീൻ ആക്സിഡന്റ് ഫെറ്റിഷ്നെസ് ആണ് അതിൻ്റെ അകത്തുള്ള നറേറ്റീവ് ഐഡിയ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. അപ്പം അത് ഈ സിനിമ കാണുമ്പോഴെല്ലാം ക്രാഷ് നമ്മൾ ചിന്തിക്കും. പക്ഷെ ജൂലിയ ഡുക്കോണോ ഈ സംവിധായിക പറയുന്നത് ക്രാഷ് അല്ല അവരുടെ മെയിൻ ഇൻസ്പിറേഷൻ എന്നാണ്. മറിച്ച് അവർ പറയുന്നത് 1917 സാം മെൻഡസ് മൂവി, അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ ഹെൻറി ദ സീരിയൽ കില്ലർ എന്നും പറഞ്ഞുകൊണ്ട് 1986 ഒരു മൂവി ഉണ്ട്. അതൊരു സീരിയൽ കില്ലറുടെ കഥയാണ്. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതായത് ഒരു മോറൽ ആയിട്ട് നമുക്ക് ഒരിക്കലും മെർജ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതും അത് മൊറാലിറ്റി തമ്മിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് മൂവിയാണത്. ഹെൻറി ദ സീരിയൽ കില്ലർ, പോർട്രേറ്റ് ഓഫ് എ സീരിയൽ കില്ലർ എന്നാണ് അതിന്റെ പേര്. അപ്പം ഈ ഹെൻറി ദ പോർട്രേറ്റ് ഓഫ് എ സീരിയൽ കില്ലർ 1917 ആണ് ജൂലിയയുടെ മെയിൻ ഇൻസ്പിറേഷൻ എന്നാണ് അവർ പറയുന്നത്. അതേസമയം ക്രോണൻബർഗ് ഈസ് എ മേജർ ഇൻസ്പിറേഷണൽ ഫിഗർ ഇൻ ഹെർ ലൈഫ് എന്ന് അവർ പറയുന്നുണ്ട്, ഇൻ ഹെർ ഫോർമേഷൻ ആസ് എ ഫിലിം മേക്കർ. അതുകൊണ്ട് തന്നെ റോ എന്ന ഇവരുടെ ആദ്യത്തെ സിനിമയിലും പിന്നെ ടൈറ്റാൻ എന്ന ഈ സിനിമയിലും ബോഡി ഹൊറർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസ്റ്റർബിങ്, നോട്ട് വെരി ഈസി ടു വാച്ച്. പ്രത്യേകിച്ച് ഇവര് പ്രഗ്നന്റ് ആയി കഴിയുമ്പം സ്ത്രീകൾ ലാക്ടേറ്റ് ചെയ്യും. അപ്പൊ അതുപോലെ ഇവരുടെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് മോട്ടോർ ഓയിൽ പോലത്തെ ഒരു ബ്ലാക്ക് ലിക്വിഡ്, ബ്ലാക്ക് ഫ്ലൂയിഡ് ആണ്. ബിക്കോസ് ഷീ ഈസ് കൈൻഡ് ഓഫ് എ ഹ്യൂമൻ ആൻഡ് കൈൻഡ് ഓഫ് എ ഹ്യൂമനോയിഡ് ഓർ എ മെഷീൻ. അപ്പൊ അതുകൊണ്ട് അവരുടെ പാൽ എന്ന് പറയുന്നത് ഒരുതരം മോട്ടോർ ഓയിൽ പോലെ ഡാർക്ക് ലിക്വിഡ് ആണ്. നോട്ട് വെരി ഈസി ടു വാച്ച്. ഇറ്റ്സ് എ ഡിമാൻഡിങ് ഫിലിം ഇൻ ദാറ്റ് സെൻസ്, ബട്ട് ഇറ്റ്സ് വെരി it's very interesting in some level. അതുപോലെ ഞാൻ പറഞ്ഞ ഈ റോ എന്ന സിനിമയുടെ ഒരു കമ്പാനിയൻ പീസ് പോലെ കാണേണ്ടതാണ്. അതേസമയം ഇറ്റ്സ് സ്റ്റൈലിസ്റ്റിക്കലി വെരി ഡിഫറെന്റ്. സ്റ്റൈലിസ്റ്റിക്കലി, റിതമിക്കലി ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. അതിന്റെ എനർജി ലെവൽ പോലും വളരെ ഡിഫറെന്റ് ആണ്. റോ പോലെ അല്ല ഈ സിനിമ. പക്ഷെ തീമാറ്റിക്കലി ഇതൊരു കമ്പാനിയൻ പീസ് ആണെന്ന് പറയാം. റോയും പിന്നെ ഈ ടൈറ്റാൻ എന്ന മൂവി ഒരു കമ്പാനിയൻ പീസുകളാണെന്ന് പറയാം. പിന്നെ വേറെ ഒത്തിരി ലാർജർ തീംസ് ഇതിലുണ്ട്. അത് ഏലിയനേഷൻ, സെക്ഷുവൽ ഏലിയനേഷൻ എന്ന കോൺസെപ്റ്റ് അങ്ങനെ യൂറോപ്യൻ സിനിമകൾ ഒത്തിരി മുമ്പ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഏലിയനേഷൻ കാരണം ഉണ്ടാകുന്ന എന്താണ് ബിഹേവിയറൽ അനോമലീസ്, അങ്ങനെ കുറെ രീതിയിൽ ഇതിനെ കുറിച്ച് കാണാവുന്ന. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്ത്രീയുടെ സിനിമയാണ്. അവര് എഴുതിയും ഡയറക്ട് ചെയ്യുകയും ചെയ്തു. മെയിൻ ക്യാരക്ടർ തന്നെ സ്ത്രീയാണ്. എങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് എ ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ എനിത്തിങ്. ഇറ്റ്സ് നോട്ട് ആന്റൈ ഫെമിനിസ്റ്റ് ഓർ എനിത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതി കാണാം. ഇറ്റ്സ് എ വെരി പ്രൊവോക്കേറ്റീവ് ഇൻ സം സെൻസ്. ഇറ്റ്സ് വെരി ഡിസ്റ്റർബിംഗ് ഇൻ സം സെൻസ്. ആൻഡ് അത്രയാണ് ഇപ്പം പറയണമെന്ന് വിചാരിച്ചു. I kind of recommend this film. It's kind of demanding and not very entertaining, but I liked it. The film doesn't have to be pleasureful all the time. The films can be very demanding and questioning our own taste. So ആ ഒരു രീതിയിൽ ഞാൻ ഈ സിനിമ if you prefer explorations into the medium of film, I highly recommend this film. And that's all for now. Thank you.